കർത്താവിന് മഹത്വം. 1 തെസ്സലോനി 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലാണ് എനിക്ക് നമ്മൾ വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിഷയം വിട്ടിട്ട്, ഫെയ്ത്ത് എന്നുള്ള വിഷയം ഞാൻ വിട്ടിട്ട് എനിക്ക് എത്ര ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ ആലോചനകൾ ശക്തമായ എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അതിൽ നിന്ന് ഞാൻ മുമ്പോട്ട് പോകാം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയും അഡ്മിഷന് വേണ്ടിയും ഇമിഗ്രേഷന് വേണ്ടിയും പാസ്പോർട്ടിന് വേണ്ടിയും കണ്ട ചപ്പിൻ്റെയും ചവറിനും വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ച് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് നശിച്ച് നിത്യാഗ്നിയിലേക്ക് പോകാതെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നല്ലൊരു വിശ്വാസിയായി കണ്ണടച്ച് നിത്യത പ്രവേശിക്കുവാൻ എനിക്ക് ഭാഗ്യം തരണം കർത്താവേ. എൻ്റെ പ്രാർത്ഥന അതാ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ക്രിസ്തുയേശുവിൻ പങ്കാളികളായി തീർന്നിരിക്കുക. ഓ മൈ ഗോഡ്, സ്വത്രം. ഇനി അടുത്ത 3-ാം വാക്യം, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അപ്പൊ കഷ്ടത ആർക്കും വേണ്ട. കഷ്ടത അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? കഷ്ടത എന്ന വരം തന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഈ വരം ആർക്കും വേണ്ട. ഭൂതം പോണം, രോഗി പോണം, രോഗി സൗഖ്യമാകണം, ഭൂതം പോണം, പിന്നെ പ്രാർത്ഥിച്ചാൽ ഡിമെന്ന് വിടുതൽ കിട്ടണം. പണ്ടൊരു ഭക്തൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: വെളുത്ത സാരിയിൽ കറുത്ത പൊട്ടുള്ള ഒരു സാരി പുള്ളി കിട്ടിയെന്നാ പറയണേ. അല്ലെ പറമ്പിൽ കയറി 5-10 രൂപയുടെ തൊട്ട് കുഴിച്ചിട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവകാശമായി എടുക്കുക. അവൻ കാണാത്ത ഭാഗ്യം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. വ്യവസ്ഥ വിട്ടുള്ളതും വചനവിരുദ്ധമായ കാര്യങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഷ്ടത എന്ന സബ്ജക്റ്റിലൂടെ കടന്നു പോകാത്ത ഒരെണ്ണത്തിന് ദൈവരാജ്യത്തിൻ്റെ അംശിയാകാൻ പറ്റത്തില്ല. യാതൊരു സംശയമില്ല. തറപ്പിച്ച് പാസ്റ്റർ പറയാന്ന് വെച്ചോ. അതിനെന്നെ വചനം അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് മനുഷ്യ ശരീരത്തിൽ ദൈവപുത്രൻ ഈ ഭൂമി വന്നിരുന്നപ്പോൾ അനുസരണം പഠിച്ച് തികയാൻ കഷ്ടത അനിവാര്യമായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടെന്നുണ്ടോ? നമ്മൾ വേണ്ടെന്ന് ശടിക്കുന്നത് ദൈവഹിതമാണോ? പറ. കഷ്ടത വേണ്ടെന്ന് പറയണേ. കഷ്ടത വേണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനേകരുടെ കഷ്ടത മാറിപ്പോയി. സമൃദ്ധിയുടെ മടുത്തട്ടിലിൽ ജഡീകന്മാരായി ജീവിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഞാൻ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളവൻ്റെ കാൽച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എന്താ ഈ മാതൃക? കഷ്ടത എന്ന മാതൃക. എന്തിനാണ്? ശുദ്ധീകരണത്തിനായി. എന്തിനാണ്? ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ. എന്തിനാണ്? ഒരാത്മീകനായി നിൽക്കുവാൻ. പ്രവൃത്തി പുസ്തകത്തിൽ ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തുവാ ദൈവമക്കളെ ഈ വാക്യങ്ങൾ? കഷ്ടതയിൽ പ്രശംസിക്കുന്നവരെ അതാർക്കാ പറ്റുക? നല്ലൊരു ആത്മീകനെ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ക്യാപ്റ്റൻ ഷാമോലിൻ്റെ പഠിപ്പിക്കലും വെട്ടമല ബാബു ജോൺ പാസ്റ്ററിൻ്റെയൊക്കെ പഠിപ്പിക്കലൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയുള്ള ദൈവദാസന്മാരെന്നൊക്കെ വചനം പഠിക്കാം. എല്ലാവരും ഒന്നും പഠിക്കത്തില്ല. എല്ലാവരും പഠിക്കാനൊന്നും ഇല്ല. ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരൊന്നും വചനം പഠിക്കാനൊന്നും ഇല്ല. അവരൊക്കെ അവരവരുടെ പണ്ടാരണം പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് കയറ്റി യൂട്യൂബിൽ നിന്ന് കാശ് മേടിക്കാൻ അതിനൊക്കെ അവർ ചെയ്യുന്നേ. നമുക്ക് അങ്ങനെയുള്ള മെസ്സേജ് ഒന്നും വേണ്ട. നമുക്ക് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കണം. സത്യവചനം പഥ്യവചനം പഠിക്കണം.
കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ പറ്റത്തുള്ളൂ. കർത്താവ് അങ്ങനെ പോയെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്തേ പറ്റൂ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാം ഒന്ന് പറഞ്ഞ് അത് സംസാരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പൊരുളുകളൊക്കെ തിരിക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരും. പൊരുൾ തിരിക്കേണ്ട കാര്യമില്ല, അതിൽ എഴുതിയിരിക്കണം, അങ്ങനെ പഠിച്ചാൽ മതി. പത്രോസിൻ്റെ 1-ാം ലേഖനം സ്തോത്രം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുക. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. കഷ്ടതയ്ക്ക് 2 മുഖം കൊടുക്കുക പത്രോസ്. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയോ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവിടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഗതി എന്താകും? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തൻ്റെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവങ്കൽ ഭരമേൽപ്പിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ്റെ ഈ പ്രബോധനം എത്ര ശക്തമാണ്! ഇന്നത്തെ പെന്തക്കോസ്തുകാർ കഷ്ടം അനുഭവിക്കുന്ന മുഴുവൻ കൊലപാതകൻ, കള്ളനും ദുഷ്പ്രവൃത്തിക്കാരനുമായിട്ട്. ആരാ കൊലപാതകൻ? സഹോദരനെ പൈക്കുന്ന കൊലപാതകം. കള്ളൻ ആരാ? വചനം അനുസരിക്കാത്തവൻ കള്ളനാണ് യാക്കോബ് പഠിപ്പിക്കുക. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സ്വതന്ത്രം. അടുത്ത് ദുഷ്പ്രവൃത്തിക്കാരനാണ്. ദൈവവചനത്തിന് ചേരാത്തതൊക്കെ ദുഷ്പ്രവൃത്തികളാണ്. വചനവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ദുഷ്പ്രവൃത്തികളാണ്. ഉപദേശത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ദുഷ്പ്രവൃത്തികളാണ് ജനത്തെ പഠിപ്പിക്കുന്നത്. ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും ഊതിയിടലും എല്ലാം വചനവിരുദ്ധമാണ്, ദുഷ്പ്രവൃത്തികളാണ്. അത് മുഖാന്തരം കഷ്ടത കൊയ്യേണ്ടി വരും. എവിടെ? നരകത്തിൽ. ഹല്ലേലൂയ. പരകാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടല്ല, വല്ലവൻ്റെയും കാര്യത്തിൽ പോയി ഇടപെട്ടിട്ട് അവസാനം കിടന്ന് ചക്രശ്വാസം വലിച്ച് കഷ്ടപ്പെടുന്നതൊന്നും ദൈവഹിതമല്ല. പത്രോസ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നു. എന്തായി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കാര്യം? ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ, ക്രിസ്തുവിൻ്റെ പാത ഫോളോ ചെയ്യുന്നതിൽ നമ്മൾ കഷ്ടത അനുഭവിച്ചാൽ അതാണ് ദൈവത്തിന് പ്രസാദം. ഇനിയെങ്കിലും പെന്തക്കോസ്തുകാരെ നമ്മളത് മനസ്സിലാക്കിയെടുക്കണേ. ഞാനിത് പറഞ്ഞ് ഞാൻ മടുത്തു. എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടത എന്നുള്ള വിഷയം നമ്മളാരും അത് നിഷേധിക്കരുത്. എന്തു കഷ്ടത വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. ഈ പറയുന്ന എനിക്കും അത് സന്തോഷമല്ല എന്ന കാര്യമാണ് ഒരു യാഥാർത്ഥ്യം കൂടി. എന്നാൽ അത് അനുഭവിച്ചേ മതിയാവും. ഓരോ കഷ്ടതകളും ഓരോ പ്രതികൂലങ്ങളും ഓരോ പരീക്ഷകളും നമുക്ക് വരുമ്പോൾ അതിൽ കൂടി ഒരു ദൈവത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സ്വർഗീയമായ സന്ദേശമുണ്ട്. നമ്മുടെ ശുദ്ധീകരണം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവാൻ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിനുള്ള കൂട്ടാളികളാകുവാൻ, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഈ കഷ്ടതകൾ നമുക്ക് അനിവാര്യമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. തുമ്പുകെട്ട ഇടയന്മാർ ഇതിനെ മുഴുവൻ വികൃതമാക്കി വികലമാക്കി കഷ്ടത എന്നുള്ള സബ്ജക്റ്റിനെ വചനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുക.
കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടെന്നാണ് പറയുന്നത്. പത്രോസ് അങ്ങനെയല്ല പറഞ്ഞതെന്ന് പഠിക്കണം നമ്മൾ. വചനത്തെ തിരുത്തുന്നവർ, കൂട്ടിക്കളയുന്നവർ, കൂട്ടിച്ചേർക്കുന്നവർ, മറിച്ച് കളയുന്നവർ കുമിള് പോലെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ, വചനത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയും സാത്താൻ. സാത്താൻ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ വന്ന് പ്രവർത്തിക്കുന്നത് തൻ്റെ തനി സ്വരൂപത്തിലല്ല, ഒന്നാന്തരം വ്യക്തികളിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതും വ്യക്തികളിലൂടെയാണ്. സാത്താനും പ്രവർത്തിക്കുന്നത് വ്യക്തികളിലൂടെയാണ്. തെളിച്ചങ്ങ് പറഞ്ഞാൽ പാസ്റ്റർമാരിലൂടെയാണ്. ഇത് തിരിച്ചറിയുക. വചനമാകുന്ന ഉറകല്ലിൽ ഉറച്ചു നോക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന എഫെസോസ് സഭ പ്രവാചകന്മാരുടെ ഒരു സംഘമെന്ന് പറഞ്ഞാൽ സഭയിലേക്ക് നുഴഞ്ഞു വന്നു. എഫെസോസ് സഭ അവരെ പരീക്ഷിച്ചു. നല്ല മുതു കള്ളന്മാരെന്ന് കണ്ട് അവരെ കണ്ടം വഴി ഓടിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ സഭകളിൽ അവർ കിടന്ന് മേഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ സഭകളിൽ അവർ കിടന്ന് പ്രവചനം പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരല്ല. പിന്നെ എന്താ സമ്പന്നത? ഭൗതിക സമ്പന്നത. ദൈവമക്കളെ, ഇത് പരിജ്ഞാനത്തോടെ ഈ വചനങ്ങൾ എടുക്കുക. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. അടുത്ത കഷ്ടമനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം കഷ്ടമനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവിടെ തന്നെ സംഭവിച്ചു എന്ന് അറിയുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. അപ്പോൾ തെസ്സലോനിക്ക സഭയിൽ പൗലോസ് എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ വസ്തുത എങ്ങനെ എന്നുള്ള ആളയച്ചു. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ അളവ്, അവർ വിശ്വാസത്തിൽ എത്രത്തോളമുണ്ട്, അവർ വിശ്വാസത്തിൽ എത്രത്തോളം ശക്തിമാന്മാരാണ്, അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണോ എന്നറിയാൻ പൗലോസ് ആളയച്ചെന്ന് തെസ്സലോനിക്ക സഭയിലേക്ക്. ഇന്നത്തെ മേലാളന്മാർ സഭകളിലേക്ക് ആളയക്കുന്നത് എന്തിനാ? ആത്മീകന്മാർ എത്ര ഉണ്ടെന്ന് അറിയാനാണോ ആളയക്കുന്നത്? അല്ലല്ലോ. ഇത് രഹസ്യമായൊരു പരസ്യമല്ലേ? ഞാനൊക്കെ കൂടിയിരുന്ന പ്രസ്ഥാനങ്ങളിൽ ഇഷ്ടംപോലെ പാസ്റ്റർമാർ വരുമായിരുന്നു. അവർ വന്ന് ഓരോ സർക്കസ് കാണിച്ചങ്ങ് പോകും. നമ്മൾ ഈ പൊട്ടൻ്റെ മുമ്പ് ചങ്കൂതുന്ന പോലെ നമ്മളിങ്ങനെ ഇരുന്ന് ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. ഇവർ പൊക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പണ്ടൊരു പാസ്റ്റർ ഒരു സഭയിൽ വന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു പാസ്റ്റർ പറഞ്ഞതാണ്. പുള്ളി വന്നിട്ട് അല്പസ്വല്പ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ വിവാഹമാണ്, നിങ്ങളെല്ലാവരും സഹായിക്കണം. വലിയൊരു സഭയാണ്. ഇതിങ്ങനെ പറഞ്ഞ് നിൽക്കുകയും തലയും കുത്തി തറയിൽ വീഴുകയും ചെയ്യും. അത് കഴിഞ്ഞ് വിശ്വാസികളെല്ലാം കൂടി പിടിച്ച് പൊക്കി കഴിഞ്ഞിട്ട് കസേരയിൽ ഇരുത്തിയ പുള്ളി പറഞ്ഞു, ഓ സാരമില്ല, ചെറിയൊരു മയക്കം പോലെ, ഒരു ക്ഷീണം പോലെ വന്നതാ. പിന്നെയും കുറച്ചു കാലം പ്രസംഗിച്ചു, അതും ഇതൊക്കെ പറഞ്ഞു. ഈ പ്രസംഗിച്ചൊക്കെ എന്തുവാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കാമ്പായ കാതലായ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമതും വീണു, മൂന്നാമതും വീണപ്പോൾ പാർശ്വനി പ്രസംഗിക്കണ്ട, കസേരയിൽ ഇരുന്നിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോള് കല്യാണമായെന്നോ BSc പഠിക്കുന്നെന്നോ. ഇപ്പോൾ പാസ്റ്റർമാർ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന മുഴുവൻ മറ്റുള്ളവരിൽ നിന്ന് സഹായം കൊണ്ടുണ്ടാകും, കർത്താവിൽ നിന്നല്ല. നിനക്ക് പഠിപ്പിക്കാൻ വകയില്ലെങ്കിൽ നീ പഠിപ്പിക്കേണ്ട, സാധാരണ നിലയിൽ പഠിപ്പിച്ച് നീ വല്ലവൻ്റെ കയ്യിലെന്നല്ല, ഒരു സംരക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ കയ്യിലോട്ട് പിടിച്ചു കൊടുക്കുക. എന്തിനീ കളം മേടിച്ച് പഠിപ്പിക്കുന്നേ? ക്ഷമിക്കണേ, എന്തിനാ ഈ തെണ്ടി പറക്കി പഠിപ്പിക്കുന്നേ? എൻ്റെ മോള് പഠിക്കുന്നു, എൻ്റെ കുഞ്ഞ് അങ്ങനെ പോകുന്നു, എനിക്ക് സഹായിക്കണം. എന്തിനാ? എല്ലാവരും കൂടി പിരിച്ചു കൊടുത്തു നല്ലൊരു തുക കാശ് മേടിച്ച് പാർഷ അവിടുന്ന് സ്ഥലം വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർഷ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാർഷ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആരാ? ഇങ്ങനൊരു പാർഷ വന്നു. എന്നിട്ട് അത് ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2-3 പ്രാവശ്യം വീണു, ഞങ്ങൾ പിടിച്ചിരുത്തി. അവസാനം ഭാര്യയുടെ മകളുടെ കാര്യം പറഞ്ഞു.
പഠിപ്പിക്കണം, നഴ്സിങ്ങിന് ചേർക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സഹായിക്കണം. എന്ത് ചെയ്തു? നിങ്ങളെല്ലാം സഹായിച്ചോ? നിങ്ങൾ അവനെപ്പോലെ കള്ളൻ ലോകത്തിൽ വേറെയില്ല. എങ്ങനെയുണ്ട്? എഫെസോ സഭ കള്ളപ്രവാചകന്മാരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടെത്തി. ഇവിടെ എന്ത് പറ്റി? അത് ആത്മീയരില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. അത് ആത്മീയരില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. നിങ്ങളെ ദൈവജനം പഠിപ്പിച്ച ദേവദാസന് നിങ്ങളുടെ ചെറിയ കൂട്ടമാണ്. ആരെങ്കിലുമൊക്കെ പാസ്റ്റർമാരിങ്ങനെ വിസിറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ പുള്ളി ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊടുക്കുക. ആ പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരിക്കുക, അതിനങ്ങോട്ട് വിവേചിക്കുക. ആളാരാന്ന് പിടികിട്ടും. ഉണ്ണിയെ കണ്ടറിയാം, ഊരിലെപ്പഞ്ഞി. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷിപ്പിക്കാവൂ. നിർമ്മലമായ പരിശുദ്ധമായ മായമില്ലാത്ത പാലാണ് ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ കുറേ കൂടി കൊടുത്തോ എന്ന് പറയണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പക്ഷേ സമയം തീർന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തിയാക്കണം. സഭ കലക്കിയിട്ട് പോകും, സഭ കുളമാക്കിയിട്ട് പോകും. അങ്ങനെ കുളമായി കിടക്കുന്ന സഭകളാണ് ഇന്ന് ഭൂമിയിലുള്ള സഭകളിൽ നല്ലൊരു ശതമാനവും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റും. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു പഠനം കിട്ടിയതുകൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. ആര് സൂക്ഷിക്കുന്നില്ലെങ്കിൽ കളപറിച്ചുകളെ അവർ ഈ 3 ഗ്രൂപ്പ് ആത്മീയ കോളത്തിൽ കിടന്ന് വരിക. അത് എല്ലാത്തിലും ഉണ്ട്. സൂം മീറ്റിങ്ങിലും ഉണ്ട്, അല്ലാത്ത മീറ്റിങ്ങിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? നിത്യതയെ ബാധിക്കും. അതാ അവിടുത്തെ വിഷയം. എൻ്റെ വിഷയം അതാ. യാതനാസ്ഥലത്ത് പോയി കിടക്കേണ്ടി വരും മരിച്ചു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇരട്ടി നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ജോലിയും കൂലിയും കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഇനി യാതന സ്ഥലത്ത് പോയി കിടക്കാനോ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഞെരുക്കത്തിലൂടെയാണെങ്കിലും അസ്വർഗീയ സന്തോഷം പ്രാപിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നു. ഇതാണ് ആ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നാം, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി. ഞാനത് നോക്കിയിരിക്കുക. എൻ്റെ പ്രത്യാശ അതാ. എനിക്കതാ വേണ്ടത്. 70 80 വയസ്സ് വരെ ജീവിക്കുമെന്നൊക്കെ മോശ പറഞ്ഞത്. അത്രയും ജീവിക്കണമെന്നും താല്പര്യമില്ല. കണ്ണടഞ്ഞു കഴിയുമ്പോൾ വിശ്രാമ സ്ഥലത്തും അത് കഴിഞ്ഞ് നിത്യതയും പ്രാപിക്കണമെന്നൊരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമല്ലോ. ഉത്തമമുണ്ട്, അത്യുത്തമമുണ്ട്. പക്ഷെ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നതാണ് അത്യുത്തമം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. എത്ര പാസ്റ്റർമാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും ഈ അനുഭവം, ഈ വാക്യങ്ങളെ? ഹല്ലേലൂയ. കർത്താവേ, മഹത്വം 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 മഹത്വം. ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ഇസ്രയേലാണ് നമ്മുടെ കലണ്ടർ, ഇസ്രയേലാണ് നമ്മുടെ ക്ലോക്ക്. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവിന് മുൻകൂടിയായി നടക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുപോലും നിസ്സാര കാര്യങ്ങളായിട്ട് കാണരുത്. ഹിജാബ് വിഷയം കേരളം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാരായ ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഇതും പ്രാവചനിക നിവൃത്തികളാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, യുദ്ധങ്ങൾ, പ്രതിക്ഷോഭങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ, കലാപങ്ങൾ അതിശക്തിയോടെ നടക്കാൻ പോകുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ പ്രാവചനിക നിവൃത്തികൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുക. പലതും നിറവേറി കഴിഞ്ഞു, ഇനി നിറവേറിക്കൊണ്ടിരിക്കുന്നു, ഇനി നിറവേറാനും പോകുകയാണ് സമീപ ഭാവിയിൽ. നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു സഹോദര. നീ ഒരു ധനികനായിരിക്കാം, ദരിദ്രനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, സെൻറ്ററായിരിക്കാം, ലോക്കലായിരിക്കാം, പ്രസിഡൻ്റായിരിക്കാം, ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. എനിക്കതൊന്നും ഒരു വിഷയമല്ല. ആർ യു റെഡി? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നോ? ഉണർന്നിരിക്കുന്നോ? ഒരുങ്ങിയിരിക്കുന്നോ? സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ?
അതോ ലോകത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു? അതോ ലോകത്തെ പുൽകാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ട നാളയച്ചു. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദവർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. അപ്പോസ്തലന്മാർ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ സകല കഷ്ടത്തിലും സങ്കടത്തിലും, കണ്ടോ, കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഇന്ന് ഏതെങ്കിലും ഒരു സഭയെക്കുറിച്ച്, അവിടുത്തെ വിശ്വാസികളെ കുറിച്ച്, അവിടുത്തെ പാസ്റ്റർമാരെ കുറിച്ച് ഇങ്ങനൊരു ആശ്വാസം പ്രാപിക്കാൻ വകയുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേ. നിങ്ങളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭകളിലെ പാസ്റ്റർമാരും വിശ്വാസികളെ കുറിച്ച് നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ, പ്രത്യാശ പ്രാപിക്കാൻ നിങ്ങൾക്ക് വകയുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ കാറി കൂകിക്കിടന്ന് കരഞ്ഞോണം. എനിക്കതേ പറയാനുള്ളൂ. സഭയിലെ വിശ്വാസികളെല്ലാം ഭൗതികമായി നന്നായിരിക്കണം. അവരെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും IT ഫീൽഡിലുള്ളവരും വലിയ വലിയ സമ്പന്നന്മാരും 4 5 അക്കമൊക്കെ ശമ്പളം മേടിക്കുന്നവരായിരിക്കണമെന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരാണ് ഇന്ന് ബഹുഭൂരിപക്ഷമെന്ന് ഞാൻ ലജ്ജയോടെ തലകുനിച്ചുകൊണ്ട് പറയട്ടെ. എന്നാൽ ക്യാപ്റ്റൻ ശമൂല് പറഞ്ഞ പോലെ നിന്റെ മകൻ ഹോട്ടലിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പൊങ്ങുന്നെങ്കിൽ അതാണ് ശ്രേഷ്ഠം. IT ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്ന കൈവിടപ്പോട്ട് പോകുന്നതിൽ എന്തു ഗുണം? വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ സ്ഥാനമാനങ്ങൾ നമ്മുടെ മക്കൾ അലങ്കരിക്കുന്നെങ്കിൽ അത് നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിച്ചാലും കർത്താവിൻ്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനമെന്ന് എൻ്റെ ചോദ്യം. മെസ്സേജ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഇങ്ങനെയൊന്നും പറയാൻ അധികം പേരില്ല. ഇവിടെ സജീവ് റിസ്പാസ് ബാംഗ്ലൂർ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രസംഗമൊന്നും കേൾക്കാൻ അധികം ആരുമില്ല, കാണത്തില്ല, വേണ്ടെന്ന്. നിത്യജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേട്ടാൽ മതി. അല്ലാത്തവരെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരി. അവർക്കുള്ളതല്ലത്. ലോകത്തെ പ്രാപിക്കാൻ ഓടുന്നവർക്ക് വേണ്ടി അല്ല ഈ മെസ്സേജ് പറയുന്നത്. പരദേശി മോക്ഷയാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന് ആ മോക്ഷം പ്രാപിക്കാൻ ഓടുന്ന പരദേശിയെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ആരാ? പരദേശികളും പ്രവാസികളുമാണ്. ഒരല്പകാലം ഇവിടെ തങ്ങുന്നവരാണ് നമ്മൾ, ഒരല്പസമയം ഇവിടെ തങ്ങുന്നവരാ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം 1000 ദിവസം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ സമയം എത്രയുണ്ട്? ഒരു ദിവസം 1000 സംവത്സരം ഒരു ദിവസം പോലെ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെ. അങ്ങനെയിൽ എത്ര സമയമുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു? ഓരോരുത്തരൊന്ന് കണക്കൂട്ടിക്കോ. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ എല്ലാവരുടെയും മൊബൈലിൽ. ചപ്പും ചവറും കാണാനുള്ള മൊബൈൽ കയ്യിലിരിപ്പുണ്ടല്ലോ, അതിലൊന്ന് കണക്കൂട്ടെ. എത്ര സമയം ഇവിടെ ഉണ്ട്? പുല്ലുപോലെ, പൂ പോലെ, നിഴൽ പോലെ മനുഷ്യായുസ് തീരെയല്ലേ. ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാഗ നമ്മെ പിരിഞ്ഞിനിപ്പോകും. 77 80 മാത്രം. നീളുമായുസ് അതു നിലച്ചാൽ കഷ്ടത മാത്രം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വിൺമഹിമധന സുഖങ്ങൾ സകലതും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ.
എത്ര മനോഹരമായ പാട്ട്. ചാകാൻ കാത്തിരിക്കുക ഇത് പാടാൻ. എൻ്റെ പൊന്നെ, ചാകയൊന്നും വേണ്ട, കുടുംബ പ്രാർത്ഥനയിൽ ഈ പാട്ടൊക്കെ പാടിക്കോ, ഇത് സമയാമരത്തിലും ഒക്കെ പാടിക്കോ. എനിക്കൊരു കൂട്ടുസഹോദരനുണ്ട്, ചാക്കാലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ചാക്കാലപ്പാട്ട് അങ്ങ് പാടിക്കൊള്ളുക പുള്ളി. നവയരുശലെ പാർപ്പീടം തന്നിലെ വാസമോർക്കുമ്പോ വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നൻ മനസ്സും ബോധമോടുന്നു. ശവത്തിൻ്റെ മുമ്പിൽ ഇരുന്നാ പാടുന്നേ. എനിക്കിത് പാടാൻ ശവമൊന്നും വേണ്ട, എനിക്കിത് പാടാൻ വിശ്വാസികളൊന്നും വേണ്ട. എനിക്കിത് പാടാൻ എൻ്റെ ബെഡ്റൂമിലും ഞാൻ പോകുന്നിടത്തും ബൈക്കിന് പോകുമ്പോഴും എപ്പോഴും എനിക്കിത് പാടാനുള്ള സന്തോഷം എനിക്കുണ്ട്. ചാക്കാല വീട്ടിൽ പാടാനുള്ള പാട്ട് മാറ്റിവെച്ച് പാടുന്ന പെന്തക്കോസുകാരെ, ജീവനോടിരുന്ന വിശ്വാസികളെ, ഈ പാട്ടൊക്കെ ഒന്ന് പാടി കേൾപ്പിക്കാൻ. നമ്മുടെ ആയുസ് ഇത്രേ ഉള്ളൂ എന്ന് പറ. പണത്തിന് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു. ഈ 3 നിലയിൽ ഗർവോടെ ജീവിക്കുന്നവരോട് ഈ പാട്ടുകളെടുത്ത് പാടിപ്പറ, നമ്മുടെ കാലം സമയമൊക്കെ തീർന്നിരിക്കുന്നു പറ. ഭാഷയെ സ്വോത്രാഴ്ച കിട്ടത്തില്ല, കിട്ടണ്ട. അതൊന്നും മേടിച്ച് തിന്നാൻ നിനക്ക് ഒരു ഗുണവും പിടിക്കില്ല. ഹല്ലേലൂയ, സ്വോത്രം. സത്യം വിളിച്ചു പറഞ്ഞിട്ട് അവർ തരുന്ന കാശ് മേടിച്ച് ഭക്ഷിക്കുക, അതാ അനുഗ്രഹം, അതാ നന്മ, അതാ വിടുതൽ. ഇല്ലാത്ത പോഷ്കെല്ലാം പറഞ്ഞ് ലോകത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിച്ച് കൂട്ടി. എനിക്കറിയാം ഒരു പാസ്റ്റർ, പുള്ളി പ്രസംഗിക്കുമ്പോൾ അവരോട് പറയാം, എല്ലാവരും പറന്നിങ്ങോട്ട് വന്നു. ഒരു 10, 25, 30 മീറ്റർ ഇരിക്കുന്നവരോട് പറന്ന് വരാനാണ് പറയുന്നത്. അപ്പോൾ ഇനി പുള്ളി ഇവർക്കെല്ലാം ചെറുവ് വെച്ച് കൊടുക്കുമോ? ഈ പറയുന്ന എന്താണെന്ന് പറയുന്നവന് മനസ്സിലാകുന്നില്ലെങ്കിൽ, കേൾക്കുന്നവന് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, കർത്താവ് വന്ന് സഭയെ ചേർക്കാൻ നേരമായി. ഇസ്രയേൽ എന്ന കലണ്ടറിനെ നോക്ക്, ക്ലോക്കിനെ നോക്ക്. ഗോഗുമാഗോവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ ഇതാ വലിയ സഖ്യം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ട്, ആറ്റമിക് ശക്തിയാകാൻ ഇറാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. എന്തിനാണ്? പാർസികൾ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ ഇസ്രയേൽ പർവ്വത നിരകളിൽ വരുമെന്ന് യെഗസ്കേൽ 38-39 വായിച്ചു പഠിച്ചോ. ഒരു 100 പ്രാവശ്യം കൊണ്ട് വായിക്കുക. ഹല്ലേലൂയ, അതിൻ്റെ സമയമായി. അതിനു മുമ്പ് സഭ എടുക്കപ്പെടും. അതിനു മുമ്പ് സഭ മാറ്റപ്പെടും. ഇവിടുന്ന് പുതിയ നിയമസഭ മാറ്റപ്പെടും. ഇവിടുന്ന് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു പക്ഷേ മരിക്കില്ലെന്ന് വന്നാൽ അങ്ങനെ ആകട്ടെ, അതിനു മുമ്പ് മരിച്ചു പോകുന്നതായാൽ അങ്ങനെ ആകട്ടെ, എന്തായാലും സന്തോഷം. ഈ ഇടയ്ക്ക് ഒരു പാട്ട് പറയുന്നത് കേട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു 3-4-5 വർഷം കൂടി കട്ടി കണ്ടെന്ന് വരാം. പലരും അങ്ങനെ പറയുന്നുണ്ട്. ഒരു കൈവിരലെണ്ണാവുന്ന വർഷങ്ങൾ ഇനി കാണുള്ളൂ. ചിലവരെ 2 കൈവിരലെണ്ണാവും. ഞാൻ പറയുന്നത് ഏത് നിമിഷവും വരാം. ഈ പ്രസംഗിച്ച മെസ്സേജ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അതിന് വേണമെങ്കിൽ കർത്താവ് വരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞും വരാം. എപ്പോൾ വന്നാലും നാളും നാഴികയും അറിയായാൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും, കോഴി കൂവുന്ന നേരത്തോ പ്രഭാതത്തിലോ സന്ധ്യയിലോ ഉച്ചയ്ക്കോ എപ്പോൾ വന്നാലും ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉറങ്ങാതെ എണീറ്റിരിക്കുന്ന കാര്യമല്ല, ആത്മീകമായി. ഏത് സഭകളെ പോലെ എടുത്ത് വായിച്ചേ, പ്രവൃത്തി 9:32. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ദാസന്മാരും വിശ്വാസികളെല്ലാം ശരിക്ക് കേൾക്കട്ടെന്ന് കരുതിയായി പറയുന്നത്. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിയും കൊണ്ടിരുന്നു.
ഇന്നത്തെ ഏത് സഭയാണെങ്കിലും ഈ നിലവാരമാണ് നമുക്ക് വേണ്ടത്. ഇനി 16-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ കൂടി വായിക്കാം. ഈ 2 വാക്യങ്ങൾ ഞാൻ ഇടപെടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സഭകൾ ആ നിലവാരത്തിലേക്ക് വരാൻ വേണ്ടി പറയാം, അല്ല വേറെ എന്തിനാ? എനിക്ക് നേർച്ചയൊന്നുമില്ല. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും, കണ്ടോ, നമ്മുടെ തെസ്സലോനിക്ക ലേഖനത്തിലെ വിഷയം ഫെയ്ത്ത് എന്നുള്ളതല്ലേ? വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസം, ഇപ്പൊ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക, വിശ്വാസത്തിൽ മൂക്കൂത്തി കിടക്കുക. ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റാത്ത വിശ്വാസികളും പാസ്റ്റർമാരും, പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു തട്ടുക, പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടു തട്ടുക. ഇതാ, പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കൊണ്ടു തട്ടുക, പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടു തട്ടുക. ഇതൊക്കെയാ പണി ഇപ്പോൾ. ഹല്ലേലൂയ. എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങളുടെ നിത്യത നഷ്ടമാകരുത്. ഒരൊറ്റ വ്യക്തി പോലും, ഒരു പെന്തക്കോസുകാരനും ഒരു സംഘടന പെന്തക്കോസുകാരും ആരും നരകത്തിൽ പോകരുതെന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുക. നമ്മളെല്ലാവരും നിത്യതയിലുണ്ടാകണം. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത്, ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്. എല്ലാവരും നിത്യതയുടെ അവകാശികളായി മാറണം പ്രിയമുള്ളവരെ. എല്ലാവരും സ്വർഗരാജ്യം പ്രാപിക്കണം പ്രിയമുള്ളവരെ. എത്ര നാളത്തേക്കാണ് സ്വർഗജീവിതം? എത്ര നാളത്തേക്കാണ് നരകജീവിതം? കോടാനുകോടി വർഷങ്ങളാണ് നിത്യതയിലെന്ന് വചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ നരകവും കോടാനുകോടി വർഷങ്ങളാണ്. ഒരു ബ്രാക്കറ്റ് പീരീഡിൽ കിടന്നിട്ട് കത്തോലിക്കർ പറയുന്ന പോലെ ബസ്പുർഖാനെന്നൊരു തള്ളു തള്ളി രക്ഷപ്പെടാമെന്നുള്ള വഴിയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നത്. എൻ്റെ തൊണ്ട പൊട്ടുന്ന വേദനയുണ്ട് ഈ ദൂത് പറയുമ്പോൾ, പൊട്ടുന്ന വേദന. ഞാനത് കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ദൂത് പറയുന്നത്. കാരണം എന്നെ കൊണ്ട് പറയിക്കില്ലെന്നായിരിക്കും സാത്താൻ്റെ വാദം. ഞാനാണെങ്കിൽ പറഞ്ഞേ അടങ്ങുള്ളൂ എന്നാണ് എൻ്റെയും വാദം. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നരകത്തിൽ നിന്ന് വിശ്വാസികൾ രക്ഷപ്പെടുന്ന വിഷയമല്ലേ പറയുന്നേ? എനിക്കെന്തെങ്കിലും ലാഭം കിട്ടുന്ന കാര്യമാണോ? ഹല്ലേലൂയ. ഇന്ന് പലരും പറയുന്ന അവർക്ക് ലാഭം കിട്ടുന്ന കാര്യമാണ്, അവർക്ക് 10 ചക്രം കിട്ടുന്ന കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഞാനതല്ല. നിങ്ങളുടെ വിലയേറിയ ആത്മാവ്, ഭൂലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് യാതനാസ്ഥലത്ത് പോകരുത്, നിത്യമായ നാശത്തിലേക്ക് പോകരുത്, കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലത്ത് പോകരുത്, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും പിന്നെ കൂരിരുട്ടും ഉള്ള നിത്യമായ നരകത്തിലേക്ക് ആരും പോകരുത്. അതിനുവേണ്ടിയാണ് ഈ കണ്ഠക്ഷോഭം. ഹല്ലേലൂയ.